കെ.ബി. ഗണേഷ് കുമാറിന്റെ മന്ത്രിസഭാ പ്രവേശനത്തിനെതിരെ UDF ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണം നേരിടുന്നയാളാണ് ഗണേഷ് കുമാർ. അതിനാൽ അദ്ദേഹത്തെ മന്ത്രിയാക്കാനുള്ള നീക്കത്തിൽ നിന്ന് മുഖ്യമന്ത്രിയും LDFും പിന്മാറണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു എന്നതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരായി കോടതിയിൽ കേസ് നടക്കുകയാണ്. മാത്രമല്ല, ആ വിഷയം അന്വേഷിച്ച CBI റിപ്പോർട്ടിൽ വലിയ ഗൂഢാലോചന ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി നടന്നു എന്ന് പറഞ്ഞു. ആ ഗൂഢാലോചനയിലെ ഏറ്റവും പ്രധാന പങ്കാളിയാണ് ശ്രീ ഗണേഷ് കുമാർ. അതുകൊണ്ട് അദ്ദേഹത്തെ മന്ത്രിയാക്കാനുള്ള തീരുമാനത്തിൽ നിന്നും ഇടതുമുന്നണിയും മുഖ്യമന്ത്രിയും പിന്മാറണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലും കേരളത്തിൽ നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകരെ ജയിലിൽ കിടക്കുകയും മർദ്ദനമേറ്റ് ആശുപത്രിയിൽ കിടക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ മന്ത്രിസഭാ സത്യപ്രതിജ്ഞ, മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ UDF ബഹിഷ്കരിക്കും എന്ന കാര്യം കൂടി ഞാൻ അറിയിക്കുകയാണ്. ഞങ്ങൾക്ക് ഇതുമായിട്ട് യോജിച്ചു പോകാൻ പറ്റില്ല. നവകേരള സദസ്സിലൂടെ കേരളത്തെ കലാപഭൂമിയാക്കിയെന്ന് അദ്ദേഹം ആരോപിച്ചു. നവകേരള സദസ്സ് സംസ്ഥാനത്തെ ഭരണസ്തംഭനത്തിലാക്കി. കേരളത്തിലെ മുഖ്യമന്ത്രി പരിഹാസ്യനായി നിൽക്കുകയാണ്. ഈ നവകേരള സദസ്സ് യാതൊരുവിധ റിസൾട്ടും വരാത്ത ഒന്നായി മാറി. എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്, എന്ത് പ്രയോജനമാണ് ഈ നവകേരള സദസ്സ് കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായത്? ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ, ഏതെങ്കിലും ഒരു സാധാരണക്കാരന്റെ സങ്കടം മാറ്റാൻ, ദുരിതം മാറ്റാൻ നിങ്ങളുടെ നവകേരള സദസ്സ് കൊണ്ട് കഴിഞ്ഞു? നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് നടത്തിയ കള്ളപ്പിരിവും നാട്ടുകാരുടെ പണവും ലോക്കൽ ബോഡിയുടെ പണവും സഹകരണ ബാങ്കുകളിലെ പണവും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നടത്തിയത് തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. നിങ്ങൾ ഈ പണം കൊണ്ട്, നാട്ടുകാരുടെ പണം കൊണ്ട് നിങ്ങൾ സ്റ്റേജ് കെട്ടിയ സ്റ്റേജിൽ നിന്ന് പ്രതിപക്ഷത്തെ വിമർശിക്കാൻ, രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പ്രചരണം നടത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നവകേരള സദസ്സ് ഉപയോഗിച്ചത്. ഇന്നലെ മുഖ്യമന്ത്രി ആദ്യമായി ഈ നവകേരള സദസ്സ് തുടങ്ങി 44ാമത്തെ ദിവസം, അവസാനത്തെ ദിവസമാണ് സംയമനം എന്നുള്ളൊരു വാക്കുപയോഗിച്ചത്. കല്യാശ്ശേരിയിൽ ഇരുമ്പുവടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും അതുപോലെ ചെടിച്ചട്ടി കൊണ്ടും ഞങ്ങളുടെ പ്രവർത്തകരെ വധിക്കാൻ ശ്രമിച്ചു എന്ന് പോലീസ് FIR എഴുതിയ വധശ്രമ കേസിൽ മുഖ്യമന്ത്രിയാണ് അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ്, മാതൃകാ പ്രവർത്തനമാണ്, അതിനിയും തുടരണം എന്ന് പ്രഖ്യാപിച്ചത്. തുടക്ക ദിവസങ്ങളിലാണ് ആ മുഖ്യമന്ത്രിയാണ് ഇന്ന് സംയമനത്തെക്കുറിച്ച് പറയുന്നത്. കോഴിക്കോട് ഞങ്ങളുടെ പ്രവർത്തകനെ അവിടുത്തെ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അതിനെ ന്യായീകരിച്ച മുഖ്യമന്ത്രി, വിവിധ ജില്ലകളിൽ ഞങ്ങളുടെ പ്രവർത്തകരെ നിയമവിരുദ്ധമായി കരുതൽ തടങ്കലിൽ അടയ്ക്കുകയും പോലീസിലെ ക്രിമിനലുകൾ, മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായ ക്രിമിനലുകൾ, DYFI ക്രിമിനലുകൾ, അതുപോലെ കാപ്പ ചുമത്താൻ വേണ്ടി ജില്ലാ പോലീസ് സൂപ്രണ്ടുമാർ ശുപാർശ ചെയ്ത വലിയ ഗുണ്ടകൾ, അവരുടെ നേതൃത്വത്തിൽ വ്യാപകമായി കേരളത്തിൽ അക്രമം നടന്നപ്പോൾ ആ അക്രമത്തിനെ മുഴുവൻ ന്യായീകരിച്ച ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. ഇപ്പോഴാണ് സംയമനത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. കായംകുളത്ത് ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി 2 കാലുമില്ലാത്ത ഭിന്നശേഷിക്കാരനായ അജിമോനെ ക്രൂരമായി മർദ്ദിച്ചപ്പോൾ അതിനും ന്യായീകരണം പറഞ്ഞ ആളാണ് മുഖ്യമന്ത്രി. ഈ നവകേരള സദസ്സിലൂടെ കേരളത്തെ കലാപഭൂമിയാക്കി മാറ്റിയ ആളാണ് മുഖ്യമന്ത്രി. പോലീസിനെ നിയന്ത്രിക്കുന്നത് മരുമോൻ മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഉപജാപക സംഘമാണ്. പോലീസ് സംവിധാനം പരാജയപ്പെട്ടെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. മരുമോൻ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടത്തി ഉപജാപക സംഘമാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത്. അതാണ് പോലീസ് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പരിതാപകരമായ നിലയിൽ കേരളത്തിലെ പോലീസിംഗ് എത്തി. പോലീസിംഗ് കേരളത്തിൽ പൂർണ്ണമായി പരാജയപ്പെട്ടു. പാർട്ടിയുടെ ക്രിമിനലുകളാണ് കേരളത്തിലെ ക്രമസമാധാനം കയ്യിലെടുത്തുകൊണ്ട് അഴിഞ്ഞാടുന്നത്. ഈ അഴിഞ്ഞാട്ടത്തിനെതിരായി കോൺഗ്രസിന്റെ നേതൃത്വത്തിലും UDFന്റെ നേതൃത്വത്തിലും അതിശക്തമായ സമരപരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.